സൂപ്പർ പ്രൈം ടൈം അവസാന ഘട്ടത്തിലേക്ക് എല്ലാ അതിഥികളും ചുരുക്കി മറുപടി പറയണം. ആദ്യം ശ്രീ എം ലിജു, ഇങ്ങനെയൊക്കെ രാഷ്ട്രീയ അനിശ്ചിതത്വം തമിഴ്നാട്ടിലുണ്ടെങ്കിലും അതൊരു വലിയ സാധ്യതയുടെ പിറവിയായി കാണാൻ കഴിയുമോ? അതായത് ജനാധിപത്യം പ്രവർത്തനക്ഷമമായിരിക്കുന്നു തമിഴ്നാട്ടിൽ, ഈ വ്യക്തി കേന്ദ്രിത ഇത്തരം കൾട്ട് രാഷ്ട്രീയം മാറുകയാണ്. ഇപ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന എന്താണ്? പൊതുവികാരം ആർക്കൊപ്പമാണ് എന്ന് പരിശോധിക്കാമെന്നാണ്. അപ്പോൾ ജയലളിതയുടെ അന്ത്യത്തിന് ശേഷം തമിഴ്നാട്ടിൽ ജനാധിപത്യം തുടങ്ങിയിരിക്കുന്നു എന്ന് കരുതാമോ? ഒരിക്കലും അങ്ങനെ കരുതാൻ പറ്റില്ല. തമിഴ്നാട് രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രത്യേകത തന്നെ അത് വ്യക്തി കേന്ദ്രീകൃതമായിട്ടാണ് അടുത്ത കാലഘട്ടങ്ങളിൽ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ കോൺഗ്രസ് ഒക്കെ ദുർബലപ്പെട്ടതിന് ശേഷം അല്ലെങ്കിൽ ദ്രാവിഡ രാഷ്ട്രീയം ശക്തിപ്പെട്ടിരുന്നൊരു കാലഘട്ടത്തിൽ ആ പ്രസ്ഥാനങ്ങൾക്ക് ആശയമുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇപ്പോൾ തമിഴ്നാടിൽ DMK കരുണാനിധി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മകൻ സ്റ്റാലിൻ, ADMK എന്നത് ജയലളിത എന്ന രീതിയിലായിരുന്നു മുന്നോട്ട് പോയത്. ഇപ്പോൾ ജയലളിത പോയ ഒരു വാക്വത്തിൽ ഇപ്പോൾ പന്നീർശെൽവവും ശശികലയും ഒക്കെ ശക്തരല്ലാത്തത് കൊണ്ടാണ് ഇത്തരം ഒരു ചർച്ച ഉയർന്നു വരുന്നത്. നാളെ ഒരു പുതിയ താരം വന്നാൽ, ഇപ്പോൾ രജനീകാന്ത് വന്നാൽ, അല്ലെങ്കിൽ വിജയ് വന്നാൽ, അജിത്ത് വന്നാൽ, ഇത് വീണ്ടും ഇതേ തലത്തിൽ തന്നെ ഒഴുകാനാണ് സാധ്യത. ശരി, പക്ഷേ ഇതൊരു പോസിറ്റീവായ മാറ്റമായി മാറുന്നെങ്കിൽ അത് നല്ലത്. ശരി, ഞാൻ ഇടപെടുകയാണ്. ഡോക്ടർ CG രാജേന്ദ്ര ബാബു, ഈ ജല്ലിക്കെട്ട് കാര്യത്തിൽ നാം കാണുകയുണ്ടായി, തമിഴ്നാട്ടിൽ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു പൗര സമൂഹം പൊതു അവകാശങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുന്നിലേക്ക് വരുന്നതും വിജയിക്കുന്നതും. ആ ഒരു വിഭാഗത്തെ ഇനി കാണാതിരുന്നുകൂടാ. ജനകീയ ഇച്ഛ എന്ന് പറയുന്നത് ഏതെങ്കിലും നേതാവ് നിയന്ത്രിക്കുക വഴി നിശ്ചയിക്കപ്പെടുന്ന ഒന്നല്ല എന്ന തിരിച്ചറിവിലേക്ക് തമിഴ്നാട് രാഷ്ട്രീയം മാറുന്നുണ്ടോ? ചുരുക്കം വാക്കുകളിൽ. തീർച്ചയായും വേണുവിൻ്റെ നിരീക്ഷണം വളരെ ശരിയാണ്. ജയലളിതയ്ക്ക് ശേഷം ഉള്ള രാഷ്ട്രീയം, ജയലളിതയ്ക്ക് മുമ്പുള്ള രാഷ്ട്രീയം എന്ന് വ്യക്തമായി വേർതിരിച്ചാൽ ജയലളിതയ്ക്ക് ശേഷം ഒരു നേരിയ ജനാധിപത്യ സ്വഭാവത്തിലേക്ക് തമിഴ്നാടിൻ്റെ പൊതുമണ്ഡലം മാറുന്നുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇപ്പോൾ പോലും MLA-മാരെ ശശികല തടവിൽ പാർപ്പിച്ചിരിക്കുന്നുവെന്നും ആ നിയോജക മണ്ഡലത്തിലെ ആളുകൾ MLA-മാരെ വാട്സാപ്പിലൂടെയും ഒക്കെ തേടുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. മാത്രമല്ല OPS-ന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വമ്പിച്ച പൊതുസ്വീകാര്യത പോലും ഒരു എതിർ ശബ്ദത്തെ തമിഴ്നാട് ജനത വളരെ സ്വീകരിക്കുന്നു. അതായത് കൾട്ടിനതീതമായ ചില എതിർ ശബ്ദങ്ങളെ, ജനാധിപത്യപരമായ എതിർ ശബ്ദങ്ങളെ തമിഴ്നാട് ജനത സ്വീകരിക്കാൻ പോകുന്നു എന്നുള്ളതിന്റെ തുടക്കമായിട്ട് തന്നെ ഈ സംഭവങ്ങളെ വ്യാഖ്യാനിക്കും. ശരി, ശ്രീ അരുൺ റാം, ഈ നവമാധ്യമങ്ങളെ നാം അംഗീകരിക്കേണ്ടതുണ്ട് എന്ന സ്ഥിതി വരികയാണിപ്പോൾ. രാഷ്ട്രീയ നേതൃത്വം തന്നെ പറയുകയാണ്, ശക്തമായി ആ രംഗത്ത് വ്യാപകമായ പ്രചാരണം നടത്തുകയാണ് ഇരുപക്ഷവും. കമലഹാസനെ പോലുള്ളവർ വന്ന് പറയുകയാണ്, ഇപ്പോൾ അഭിപ്രായം പറയണം എല്ലാവരും, ഇപ്പോൾ പറഞ്ഞില്ലെങ്കിൽ പിന്നെ എപ്പോൾ പറയാൻ. ഇതൊന്നും നമ്മൾ കാണാത്ത ഒരു സാഹചര്യമല്ലേ തമിഴ്നാട്ടിൽ? അതെ, സോഷ്യൽ മീഡിയ ശരിക്കും ഒരു റെവല്യൂഷൻ തന്നെയാണ് ലോകത്ത് എവിടെയും നടത്തുന്നത്. ചുരുക്കം വാക്കുകളിൽ സാർ, തമിഴ്നാട്ടിലും ഒരു വലിയ വിപ്ലവം തന്നെ നടത്തിക്കൊണ്ടുവരികയാണ്. കാരണം ഇതിനു മുമ്പ് ഒരിക്കലും ചോദ്യം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലാത്ത നേതൃത്വം ചോദ്യം ചെയ്യപ്പെടുകയാണ്. മാത്രമല്ല ഓൾമോസ്റ്റ് ഒരു സ്വയംഭൂ പോലെ ഒരു ജല്ലിക്കെട്ട് പ്രസ്ഥാനം പോലെയുള്ള, അത് നിങ്ങൾ യോജിച്ചാലും വിയോജിച്ചാലും അങ്ങനെ ഒരു 1.5 ലക്ഷം പേര് ഒരുമിച്ച് ചേരുന്നത് അത് സോഷ്യൽ മീഡിയയുടെ ഒരു ക്രിയേഷനായിരുന്നു. അപ്പോൾ ഈ രാഷ്ട്രീയ സമൂഹം തന്നെ, എല്ലാ രാഷ്ട്രീയ നേതാവും തന്നെ ഭയക്കുന്ന ഒരു സംഭവമായി ഇത് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നിയമപരമായി നമ്മളെല്ലാം ഇപ്പോൾ ചർച്ച ചെയ്തതുപോലെ നിയമപരമായി ശശികലയെയാണ് മുഖ്യമന്ത്രിയാക്കേണ്ടതെങ്കിലും ഇപ്പോൾ ഇന്നിപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യ ഒരു പോൾ നടത്തിയതിൽ ഉച്ചവരെ ഞാൻ നോക്കിയപ്പോൾ 30,000 വോട്ടുകളാണ് പനീർസെൽവത്തിന്, 1900 വോട്ടുകളാണ് ശശികലയ്ക്ക് കിട്ടിയിട്ടുള്ളത്. ആര് ചീഫ് മിനിസ്റ്റർ ആവണമെന്നുള്ളതായിരുന്നു ഒരു ചോദ്യം. ശരി, അപ്പോൾ ഇത് മനസ്സിലാക്കുന്നത് ഈ ഒരു ജനവികാരം പുറത്തു കൊണ്ടുവരുന്നത്. അല്ലാതെ ഇനി 4.5 വർഷം കാത്തിരിക്കേണ്ടി വരും ഇതിൽ ആരാണ് മുഖ്യമന്ത്രിയാകേണ്ടത് അല്ലെങ്കിൽ ഏത് പാർട്ടിയാണ് അധികാരത്തിൽ വരേണ്ടതെന്ന്. അപ്പോൾ അത് കാത്തിരിക്കാതെ നൈമിഷികമായിട്ടുള്ള റിയാക്ഷൻസ്. ശരി, ഞാൻ ഇടപെടുകയാണ്. ശ്രീ മസൂദും ശ്രീ ജോർജുവിനും ചുരുക്കം വാക്കുകൾ മറുപടി വേണം സാർ. ഒരു ഓഡിറ്റിങ്ങിന് വിധേയമാവുകയാണ് ആദ്യമായി നേതാക്കന്മാർ. ഇപ്പോൾ മിസ്ഡ് കോള് അടിക്കാൻ പറയുന്നു പനീർശെൽവത്തിൻ്റെ ഗ്രൂപ്പ്. അപ്പോൾ 1.5 ലക്ഷം മിസ്ഡ് കോളാണ് വരുന്നത്, മുഖ്യമന്ത്രി ആകണം അദ്ദേഹം എന്ന് പറഞ്ഞുകൊണ്ട്. മറുഭാഗത്ത് തുടങ്ങിയാണ് പ്രചാരണം. അങ്ങനെ ഒരു സോഷ്യൽ ഓഡിറ്റിങ്ങിലേക്ക് നേതാക്കന്മാർ വരുന്നത് ആദ്യമല്ലേ? തന്നെ ആദ്യമാണത്. പക്ഷെ അത് പ്രായോഗികമല്ല. കാരണം തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാർ കൂടി എടുക്കുന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ മുഖ്യമന്ത്രി. ഇല്ല, ഞാൻ ഈ ചർച്ച അവസാനിപ്പിക്കുകയാണ്. ശ്രീ ജോർജ് കുര്യൻ, ഈ നമ്പർ കളിയല്ല ഇനി രാഷ്ട്രീയം എന്ന് തോന്നിപ്പിക്കുന്നതിൻ്റെ ഒരു തുടക്കം തമിഴ്നാട്ടിൽ നിന്നുണ്ടാകുമോ? കാമരാജൻ്റെ നാടാണ്
തമിഴ്നാട്. അതാണ് ഞങ്ങളുടെ പ്രതീക്ഷയും. അതായത് 35 വർഷത്തിന് ശേഷം ബംഗാളിൽ കമ്മ്യൂണിസം തകരാമെങ്കിൽ തീർച്ചയായിട്ടും തമിഴ്നാട്ടിലെ പഴയ രീതിയിലേക്കുള്ള രാഷ്ട്രീയം തിരിച്ചു വരും. അതിനുവേണ്ടിയുള്ള ശ്രമമാണ് BJP ശ്രമിക്കുന്നത്. കോൺഗ്രസ്സുകാർ മനസ്സിലാക്കുന്നില്ല എന്നേ ഉള്ളൂ. ശരി, അപ്പോൾ തമിഴ്നാട്ടിലെ രാഷ്ട്രീയം ഒരു പ്രതിസന്ധിയുടെ രാഷ്ട്രീയമല്ല, സാധ്യതകളുടെ രാഷ്ട്രീയമായി മാറുകയാണ്. വരും മണിക്കൂറുകൾ ഗവർണറുടെ ഓഫീസ് എങ്ങനെ തീരുമാനമെടുക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും അതിൻ്റെ സ്വഭാവം നിർണ്ണയിക്കപ്പെടുക. വളരെയധികം നന്ദി. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു.